ആ ഗായ്സ്, മഴ സമയങ്ങളിൽ വന്നാൽ തെന്നലുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 166-29 തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂർ ജംഗ്ഷൻ വഴി മംഗലാപുരം വരെ പോകുന്ന മലബാർ എക്സ്പ്രസ് ആലവാഡ് സ്റ്റേഷൻ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രയും ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ മറ്റൊരു ചെമ്പകം വ്ളോഗ്സിൻ്റെ യാത്രാവിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊന്ന് കാസർഗോഡ് കർണാടക ചുറ്റി തിരിച്ച് കൊച്ചിക്ക് കയറാമെന്നാണ് വിചാരിക്കുന്നത്. വെളുപ്പിന് 12 മണിക്ക് കയറിയതാണ് ട്രെയിനിൽ. ഒരു ഉറക്കമൊക്കെ പാസ് ചെയ്ത് ഒരു ചായയും കുടിച്ച് ബുക്കൊക്കെ വായിച്ചാണ് എൻ്റെ യാത്രകൾ എപ്പോഴും. ട്രെയിനിൽ എപ്പോൾ യാത്ര ചെയ്താലും ഞാനൊരു ബുക്ക് കരുതാറുണ്ട്. യാത്രകളും വീഡിയോസും യൂട്യൂബും ഒക്കെ ആയിട്ട് തിരക്കായി തുടങ്ങിയപ്പോൾ എൻ്റെ വായന കുറച്ച് പുറകോട്ടായി പോയിട്ടോ. നിങ്ങൾക്ക് ഈ സ്ഥലം മനസ്സിലായോ? ഇത് കാസർഗോഡ് കുമ്പള. റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി ഓട്ടോയ്ക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടേക്കാണെന്നില്ലേ? ഒരു ക്ഷേത്രത്തിലേക്ക്. അതെ, ഒബ്വിയസ്ലി ക്ഷേത്രമായിരിക്കുമല്ലോ. പക്ഷെ ചുറ്റും നോക്കിയാൽ കാണുന്നത് വെള്ളം മാത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരനായിട്ട് വർഷങ്ങളോളം കഴിഞ്ഞതൊരു മുതലയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കൗതുകം തോന്നില്ലേ? ഏറെക്കുറെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. കാസർഗോഡിലെ കുമ്പളയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അനന്തപുര തടാക ക്ഷേത്രത്തിലേക്കാണ് ഇന്നെൻ്റെ യാത്ര. കേരളത്തിലെ ഏക തടാകക്ഷേത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ക്ഷേത്രത്തിന്. ഒരു വലിയ തടാകത്തിൻ്റെ നടുവിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്താൻ തടാകത്തിന് മുകളിലൂടെയുള്ള പാലത്തിലൂടെ വേണം അകത്തേക്ക് പോകാൻ. ചുറ്റും ശാന്തമായ വെള്ളം, അതിനു നടുവിൽ മനോഹരമായ ക്ഷേത്രം. ആദ്യമായി ഇവിടെ എത്തുമ്പോൾ മനസ്സിൽ പതിയുന്നൊരു കാഴ്ചയാണിത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ അനന്തപത്മനാഭസ്വാമിയാണ്. തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ഈ ക്ഷേത്രത്തിനൊരു പ്രത്യേക ഐതിഹ്യ ബന്ധവും പറയപ്പെടുന്നുണ്ട്. ഐതിഹ്യമനുസരിച്ച് ദിവാകര മുനി ഇവിടെ തപസ് ചെയ്തിരുന്നുവെന്നും ബാലരൂപത്തിൽ മഹാവിഷ്ണു അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും വിശ്വാസമുണ്ട്. പിന്നീട് ആ ബാലൻ അപ്രത്യക്ഷനായ സ്ഥലത്താണ് അനന്തപുര ക്ഷേത്രം രൂപപ്പെട്ടു എന്നാണ് ഐതിഹ്യം. പക്ഷേ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരാളെ നമുക്ക് മറക്കാനേ കഴിയില്ല, ബബിയ. ഈ ക്ഷേത്രത്തിലെ തടാകത്തിൽ കുറേ വർഷങ്ങളോളം ജീവിച്ചിരുന്നൊരു മുതലയായിരുന്നു ബബിയ. ഭക്തരുടെ വിശ്വാസമനുസരിച്ച് ബബി ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിച്ചിരുന്നില്ല. ക്ഷേത്രത്തിൽ നിന്നുള്ള നിവേദ്യച്ചോറും ശർക്കരയും ബബിയയ്ക്ക് നൽകിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മുതലയായി മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരനായിട്ടാണ് പല ഭക്തരും ബബിയെ കണ്ടിരുന്നത്. ബബിയെക്കുറിച്ചുള്ള ഏറ്റവും കൗതുകകരമായൊരു കാര്യം എന്താണെന്നറിയോ? തടാകത്തിൽ ഒരേ ഒരു മുതലയേ ഉണ്ടായിരുന്നുള്ളൂ. പല വർഷങ്ങളോളം ഭക്തരും സന്ദർശകരും ബബിയെ കാണാൻ ഇവിടെ എത്തിയിരുന്നു. എന്നാൽ 2022 ഒക്ടോബർ 9 ബബിയ വിട പറഞ്ഞു. അത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരുന്ന നിരവധി ഭക്തർക്ക് വളരെ വേദനാജനകമായൊരു ദിവസമായിരുന്നു. എന്നാൽ അതോടെ ബബിയുടെ കഥ അവസാനിച്ചില്ല. പിന്നീട് തടാകത്തിൽ മറ്റൊരു മുതലയെ കണ്ടതായി റിപ്പോർട്ടുകൾ വന്നു. അതോടെ ബബിയെക്കുറിച്ചുള്ള വിശ്വാസങ്ങളും കഥകളും വീണ്ടും ആളുകളുടെ സംസാര വിഷയമായി. വിശ്വാസമോ ഐതിഹ്യമോ അതോ പ്രകൃതിയുടെ മറ്റൊരു അത്ഭുതമോ? ഉത്തരം ഓരോരുത്തരുടെയും വിശ്വാസത്തിനനുസരിച്ചായിരിക്കാം. പക്ഷേ ഇവിടെ എത്തുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ കെട്ടിടത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. തടാകവും ക്ഷേത്രവും പ്രകൃതിയും പിന്നെ ബബിയുടെ ഓർമ്മയും ഇവയെല്ലാം ചേർന്നാണ് അനന്തപുര തടാക ക്ഷേത്രത്തെ ഇത്രയും വ്യത്യസ്തമാക്കുന്നത്. ശാന്തമായി തടാകക്കരയിൽ കുറച്ച് സമയം ഇരിക്കുമ്പോൾ തന്നെ നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിയതുപോലെ തോന്നും. പക്ഷെ ഞങ്ങൾക്ക് ഈ മുതലയെ കാണാനൊന്നും സാധിച്ചില്ല കേട്ടോ.
ഞങ്ങൾ വരുന്നത് ഒരു 8 മണിക്ക് ശേഷമാണ്. 9 മണി കഴിഞ്ഞു, 9-9:30 അമ്പലത്തിലേക്ക് എത്തുമ്പോൾ. നല്ല വെയിലിൻ്റെ സമയമാകുമ്പോൾ മുതല അങ്ങ് ഉള്ളിലേക്ക് പോകും, പുറത്തേക്ക് വരില്ല. തണലായി കഴിയുമ്പോഴേ അത് വരുള്ളൂ എന്നാണ് അവിടെ അറിയാൻ സാധിച്ചത്. പിന്നെ കുറച്ച് നേരമൊക്കെ അതിന് ചുറ്റുമൊക്കെ നടന്ന് നോക്കി. നിറയെ മീനുകളുണ്ട് കുളത്തിൽ, മീനുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ മുതലേ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അമ്പലത്തിന് ചുറ്റും വേറെയും കുറച്ച് ഉപപ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. ഗോശാല കൃഷ്ണനും ശാസ്താവും ഒക്കെ ഉണ്ട്. അതിന് ചുറ്റുമുള്ള ഈ ഏരിയ നല്ല ഭംഗിയാണ്. ഒരു കുഞ്ഞു കാട് പോലെ തോന്നും. ചെറിയൊരു അരുവിയൊക്കെ അതിലൂടെ പോകുന്നുണ്ട്. നഗരത്തിൻ്റെ തിരക്കിൽ നിന്ന് ഒരുപാട് ദൂരെ എത്തിയ പോലെ എന്ന് പറഞ്ഞാൽ ചുമ്മാതല്ല. ഒട്ടും തിരക്കുകളോ ഒന്നുമില്ലാതെ വളരെ ശാന്തമായൊരു സ്ഥലം. തലേദിവസം മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് നല്ല തെന്നലുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടു കാണും. നല്ല തെന്നലായിരുന്നു. ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അപ്പം അവിടെ കിടന്നേനെ. ചരിത്രവും വിശ്വാസവും പ്രകൃതിയും ഒരു സ്ഥലത്ത് ചേരുന്ന കാസർഗോഡിൻ്റെ ഈ മനോഹരമായ ഒരു ഇടം തന്നെയാണിത്, അനന്തപുര തടാകക്ഷേത്രം. നിങ്ങൾ കാസർഗോഡിലേക്ക് ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്, ഈ ക്ഷേത്രം തീർച്ചയായും നിങ്ങളുടെ യാത്രാപ്പട്ടിയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് മധൂർ ശ്രീ സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര അടുത്തത്. ഇവിടുത്തെ വെള്ളം നല്ല തണുപ്പായിരുന്നു. ഇതിന് ചുറ്റുമുള്ള അന്തരീക്ഷവും ശാന്തതയും ഒക്കെ മനസ്സിനൊരു വല്ലാത്ത കുളിർമയും സമാധാനവും ഒക്കെ തരുന്നു. ഇതാണ് ചെമ്പകം വ്ളോഗ്സ്. വീണ്ടും മറ്റൊരു യാത്രയുമായി നമുക്ക് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനും മറക്കരുത്. ഇനി മധൂര് ചെന്നിട്ട് കാണാം.